നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് 1201 മീനമാസം 12-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 26-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:32, അസ്തമനം അതേ പ്രകാരം 6:32 തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാണ് രാഹുകാലം. നാം ഒരു ശുഭകാര്യങ്ങളും രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാണ്. അഷ്ടമി അത്ര ഒരു ഗുണകരമായ തിഥിയല്ല, അതൊരു ഒഴിഞ്ഞ തിഥിയാണ് അഷ്ടമി. കറുത്ത പക്ഷത്തിലെ അഷ്ടമിയാണെങ്കിൽ അത് വിവാഹത്തിന് ഏറ്റവും നല്ലതാണ്. ഇന്നത്തെ ദിനത്തിലെ നക്ഷത്രവും നിങ്ങൾ അറിയണം. ഇന്ന് തിരുവാതിര നക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമല്ല തിരുവാതിര. തിരുവാതിര വിദ്യ ദാനം ചെയ്യാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ്, വിദ്യാർപ്പണത്തിന് ഏറ്റവും നല്ല നക്ഷത്രമാണ്. പക്ഷേ തിരുവാതിര പോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾക്കും നാം ഉപയോഗിക്കാത്ത 6 നക്ഷത്രങ്ങളുണ്ട്. യമൻ, രുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ടൈവ 7 നാൾ. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പിന്നെ പൂരം, പൂരാടം, പുരുരുട്ടത്, പിന്നെ തൃക്കേട്ട. തിരുവാതിര കൂടാതെ 6 നക്ഷത്രങ്ങൾ. വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വരാ. ഒരു വ്യക്തി യാത്ര പോയാൽ തിരിച്ചു വരില്ല, വിത്തിട്ടാൽ പൊടിക്കില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള നക്ഷത്രങ്ങളാണ് മേൽ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് തന്നെ സർപ്പബലി ചെയ്യാം, ആയില്യപൂജ ചെയ്യാം, നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം. 4:30 വരെ തിരുവാതിരയാണ്, പിന്നെ പുണർദം നക്ഷത്രമാണ്. അപ്രകാരം 12 മണി വരെ അഷ്ടമി തിഥിയാണ്. അത് കഴിഞ്ഞാൽ നവമിയാണ്. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് ശ്രീരാമ നവമിയാണ്. അതിനാൽ 4:30 കഴിഞ്ഞാൽ നവമിയായി, 12 മണി കഴിഞ്ഞാൽ നവമി തിഥിയായി, 4:30 കഴിഞ്ഞാൽ തിരുവാതിര കഴിഞ്ഞ് പുണർദം നക്ഷത്രമായി, ശ്രീരാമൻ്റെ നക്ഷത്രമായി. ഇന്നത്തെ ദിനത്തിന് വലിയ പ്രത്യേകതയാണ്. വ്യാഴാഴ്ച വിഷ്ണു സംബന്ധിയായ ചൈതന്യം തന്നെയാണ് ശ്രീരാമസ്വാമിയും. വ്യാഴാഴ്ച പുണർദം നക്ഷത്രം 4:30 മുതൽ, നവമി തിഥി 12 മണി മുതൽ. അതിനാൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീരാമനവമി ആശംസകൾ നേരുന്നു. വളരെ ശോഭനമായ നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു. നിർബന്ധമായും ഇന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കണം. ശ്രീരാമ സഹസ്രനാമം ചെല്ലണം. വിഷ്ണു സഹസ്രനാമത്തിൽ പോലും പാർവതി ചോദിക്കുന്നുണ്ട്, ഏത് ഉപായത്തിലാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റുക, മുഴുവൻ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ. ആ സമയത്ത് ശിവൻ പറയുന്നൊരു വാക്യമാണ്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനൻ. ശ്രേഷ്ഠമായ മുഖത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ. സഹസ്രനാമങ്ങൾ 1000 നാമം ചൊല്ലുന്നതിന് തുല്യമാണ് 3 തവണ ശ്രീരാമ രാമ രാമേതി എന്ന മന്ത്രം ചൊല്ലുന്നതെന്നറിയുക. ശ്രീരാമസ്വാമിക്ക് തുളസിമാല, പാൽപ്പായസമൊക്കെ ചെയ്ത് ഇന്നത്തെ ദിനത്തെ ധന്യമാക്കുക. നന്ദി, നമസ്തേ.